നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 28-ാം തീയതി 1199-ാം ആണ്ട് കുംഭമാസം 15-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ഞാൻ ചിത്തിര നക്ഷത്രം എന്ന് പറയുമ്പോൾ പലരും ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് വിമർശിക്കും. ഇന്ന് ഒരു നക്ഷത്രം പറയുമ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച്, അതായത് ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നുവോ ആ നക്ഷത്രമാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത്. അതായത് അത്ത നക്ഷത്രമാണ് ഇട്ടിരിക്കുന്നത്. വളരെ കുറച്ച് സമയം മാത്രമേ അത്ത നക്ഷത്രം ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ അത്ത നക്ഷത്രം തീർന്ന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ രാവിലെ വരെയും ചിത്തിര നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് ഒരു 6 നാഴിക നേരമെങ്കിലും ആ ദിവസം ആ നക്ഷത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. കലണ്ടർ കണ്ടിട്ട് പലരും വിമർശിക്കും, പലരും വിളിക്കും, ഇന്നത്തെ നക്ഷത്രം ഇട്ടിരിക്കുന്നത് അത്തമാണ്, പിന്നെ എങ്ങനെ ചിത്തിരയെന്ന് പറഞ്ഞു, അത് ശ്രദ്ധിച്ച് പറയണം. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ വിമർശനം വരിക എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളെ ചാനൽ കാണുന്നുണ്ടെന്നും അത് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഉള്ളതിന് തെളിവാണ്. നല്ലതാണ്. തെറ്റുകൾ എല്ലാവർക്കും വരാം. തിരുത്തി തരുന്നത് കാര്യമുണ്ട്. തെറ്റ് വരാത്ത ആരുമില്ല. എത്ര നല്ല ചാർട്ടേഡ് അക്കൗണ്ട് കണക്ക് കൂട്ടിയാലും കണക്കിൽ തെറ്റ് വരാം. ആരും പൂർണ്ണരല്ല. പക്ഷേ ഇന്ന് ചിത്തിര നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. ചിത്തിര നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചിത്തിര നക്ഷത്രമായിട്ട് കാണുക. അത്തം തീർന്ന് ചിത്തിര ആണ് ഫുള്ളായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ചിത്തിര നക്ഷത്രം പൊതുവേ നമുക്ക് നെഗറ്റീവ് നക്ഷത്രമായിട്ട് കാണണ്ട, മധ്യമ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് വേണമെങ്കിൽ ശുഭകാര്യങ്ങളെല്ലാം നടത്താവുന്ന നക്ഷത്രവും കൂടിയാണ് ചിത്തിര നക്ഷത്രം. മറ്റൊന്ന്, ഇന്ന് ബുധനാഴ്ചയാണ്, നല്ല ദിവസമാണ്. ബുധനാഴ്ച ചിത്തിര നക്ഷത്രം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചിത്തിര നക്ഷത്രമാണ് എടുക്കേണ്ടത്. നാളെ നമുക്ക് 6 നാഴിക നേരം ചിത്തിര നക്ഷത്രം ഇല്ലാത്തത് കൊണ്ട് ഇന്നാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത്. ബർത്ത്ഡേ വന്നിട്ടുള്ളൊരു ബുധനാഴ്ച തന്നെ വന്നിട്ടുണ്ട്. ബുധനാഴ്ച വരിക എന്ന് പറഞ്ഞാൽ ഐശ്വര്യദായകമായ ഒരു വർഷം നിങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുകയാണ് ആഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച വന്നതുകൊണ്ട് ശുഭകാര്യങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗം ലഭിക്കാനും ഒക്കെ ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരുവാൻ സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസത്തിന് വന്ന ബുധനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി സന്തോഷിപ്പിച്ചെടുക്കണം, പോസിറ്റീവ് എനർജി സ്വീകരിക്കണം. അതിനുവേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഈ ദിവസം പാൽപ്പായസം, തുളസിമാല അർച്ചനയൊക്കെ നടത്തുക. അതുപോലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കുങ്കുമ അർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തുക. അതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. ഇന്ന് വസ്ത്രധാരണമൊക്കെ ചെയ്ത് ഒരു കാര്യത്തിന് ഇറങ്ങുന്നത് പച്ച കളറ് വസ്ത്രധാരണത്തിൽ കൂട്ടുക. അത് ഷർട്ടായിട്ടോ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും പച്ച വസ്ത്രം ധരിക്കുക. പച്ച വസ്ത്രം നമ്മളിലേക്ക് ബുധൻ്റെ പവർ കൂട്ടാൻ സഹായിക്കും. ഇന്ന് ശുഭകാര്യങ്ങൾക്ക് കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില സമയങ്ങൾ നമുക്ക് എല്ലാ ദിവസവും നെഗറ്റീവ് എനർജിയുള്ള സമയമുണ്ട്, എല്ലാ ദിവസത്തിലും. അതായത് 3 സമയങ്ങളുണ്ട്. യാത്ര ചെയ്യുന്നവർക്ക് രാഹുകാലം നെഗറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ രാഹുകാലം ഇന്ന് വരുന്നത്, നമ്മൾ എപ്പോഴും രാഹുകാലത്തിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെല്ലാം പഞ്ചാംഗം നോക്കിയിട്ട് അല്ലെങ്കിൽ കലണ്ടർ നോക്കിയിട്ട് യാത്ര തിരിക്കും. പലപ്പോഴും അവർ പോകുന്ന കാര്യം നടക്കാതെയും വഴിയില്ല. കറക്റ്റ് രാഹുകാല സമയത്തായിരിക്കും അവരെ ഇറങ്ങണേ. അത് കലണ്ടറിൽ ഇട്ടിരിക്കുന്നതോ ബുധനാഴ്ച 12 മണി തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ 1:30ക്ക് ശേഷമോ 12 മണിക്ക് മുമ്പോ ഇറങ്ങും. പക്ഷേ രാഹുകാലം അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണി 37 മിനിറ്റ് തൊട്ട് തുടങ്ങുകയാണ്. 2 മണി 6 മിനിറ്റ് വരെ ഉണ്ട്.
അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ 3 മണി കഴിഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണെങ്കിൽ 3 മണി ശരിക്ക് 1.5 മണിക്ക് ശേഷമല്ല 2 മണി 6 മിനിറ്റ് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് രാഹുകാലത്ത് സമയത്തായിരിക്കും ഇറങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതുപോലെ ഇത് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ എങ്കിൽ മറ്റ് 2 ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് മറ്റ് 2 സമയത്തെയാണ് ഗുളികനെയും യമകണ്ഠനെയും ശ്രദ്ധിക്കണം. ഗുളികകാലം പറഞ്ഞത് ഇന്ന് ദിവസം 11 മണി 9 മിനിറ്റ് തൊട്ട് 12 മണി 37 മിനിറ്റ് വരെ ഗുളികനും, അതുപോലെ 8 മണി 12 മിനിറ്റ് തൊട്ട് 9 മണി 40 മിനിറ്റ് വരെ യമകണ്ഠനും ഉണ്ട്. ഇന്ന് നമ്മൾ ശുഭദിവസം ഒന്നും കിട്ടിയില്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതാണ് അഭിജിത്ത് മുഹൂർത്തം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി 13 മിനിറ്റ് തൊട്ട് 1 മണി 1 മിനിറ്റ് വരെയാണ്. ഈ സമയത്ത് രാഹുകാലം നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇന്നല്ലാതെ തന്നെ നമുക്ക് നല്ല മുഹൂർത്തമുള്ള സമയങ്ങളുള്ളതുകൊണ്ട് ഈ സമയത്തിന് പ്രാധാന്യം കൊടുക്കണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.